പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു മാംഗോ ചില്ലി അടിച്ചിട്ട് കിടന്നതാണ്. അപ്പം സുമേഷ് സിനിമയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ട് സുമേഷ് വന്നില്ല. ഞാൻ പക്ഷേ കാപ്പി കുടിച്ചില്ലായിരുന്നു, രാവിലെയും കാപ്പി കുടിച്ചു. വിശന്ന് വന്ന് ഞാൻ ഈ ലാലേട്ടനെ തുടരും സിനിമ കണ്ടെങ്കിലും വയറ് പേർക്കാം. പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞ് വയറും നിറഞ്ഞ് എനിക്ക് സന്തോഷമായി. പിന്നെ അതുപോലെ തന്നെ ഡീഗ്രേഡ് വോളികൾ, ഈ സിനിമനെ ഡീഗ്രേഡ് ചെയ്യുന്ന ഡീഗ്രേഡ് വോളികൾ അമ്മമാർക്ക് പറയേണ്ട ഒരു വാക്കുകളും ഇല്ല. കാര്യം അത്രയ്ക്ക് കിടിലം പടം. നമ്മളെ ഫാമിലി ഈ പടം ഏറ്റെടുക്കും. കരയാനും ഉണ്ട്, ചിരിക്കാനും ഉണ്ട്. അതുപോലെ തന്നെ ഒരു അച്ഛൻ്റെ ഒരു മാസ്, ലാലേട്ടൻ്റെ ഒരു മാസം എന്നാണ് നമ്മളെ രോമ എണീക്കുമ്പോഴത്തെ ഒരു മാസമാണ്. പിന്നെ ഒരു മമ്മൂക്കയുടെ പടം, മമ്മൂക്കയെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. മമ്മൂക്കയുടെ ഈ ലാലേട്ടൻ്റെ പടത്തിൽ മമ്മൂക്കയുടെ മറ്റേ ശാന്തമീ രാത്രിയിൽ വാതകോശാരികൾ കൊണ്ടുവാ കൊണ്ടുവാ ആ പാട്ടുകൂടെ വന്ന് പൊളി സാധനം, പൊളിച്ചടിക്കണം നീ. പിന്നെ ഒരു രക്ഷയില്ല, നമുക്കറിയാം പടം അടിപൊളി പടമായിരുന്നു. പിന്നെ കുറെ അമേസി ഉണ്ടല്ലേ, ഒരു അമേസി എണ്ണ അവിടെ ഉണ്ടല്ലേ, ഒരു കിഴങ്ങുമില്ല. അമേസിയില്ല കെമേസിയില്ല, ഒരു ഉമിഗിരിയും ഇല്ല. ഇതാണ് ലാലേട്ടൻ, ഇതാണ് ലാലേട്ടൻ. കിടിലം പടമാണ്. പിന്നെ ഡയറക്ഷൻ, തൻമൂർത്തിയുടെ ഡയറക്ഷൻ ഒരു രക്ഷയില്ലാത്ത ഡയറക്ഷൻ ആയിരുന്നു. പിന്നെ വിഷ്വൽസ് എല്ലാം, തിയേറ്ററിൽ വിഷ്വൽസ് എല്ലാം സൂപ്പറായിരുന്നു. നല്ല തിയേറ്റർ, നല്ല ഓളമായിരുന്നു. പിന്നെ BGM ആയിരുന്നു, നല്ല അടിപൊളിയായിരുന്നു. അല്ലാതെ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനും നല്ല പുള്ളി എടുത്ത് വെച്ചേക്കുന്നത്. ജനഹൃദയങ്ങളെ ഏറ്റെടുക്കുന്ന ഡയറക്ഷനാണ് തരുമൂർത്തി എടുത്ത് വെച്ചേക്കുന്നത്. അതാണ് അവതാരപ്രവിയുടെ ഒരേ ഒരു രാജാവ്, താരരാജാവ്. അതാണ് നമ്മുടെ ലാലേട്ടൻ. ലാലേട്ടൻ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ജനങ്ങളെ ഫ്രണ്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതാണ് തുടരും എന്ന സിനിമയുടെ. നമ്മളെ പട്ടണപ്രവേശം, നാടോടിക്കാറ്റ്, ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ശോഭന ചേച്ചിയും നമ്മുടെ ലാലേട്ടനോടുള്ള പടങ്ങൾ എല്ലാം നല്ല ഹിറ്റാണ്. ആ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പടം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അതാണ് തുടരും എന്ന സിനിമ എന്ന് പറയുന്നത്. ഒരു ഫാമിലി ആയിട്ടുള്ളവർ ഈ പടം വന്ന് കാണണം. ഇപ്പോഴുള്ള പിള്ളേർക്കും ഇതൊരു പ്രചോദനമായിട്ടുള്ള ഒരു സിനിമയാണ് തുടരും എന്ന് പറയുന്നത്. ഒളിച്ചടുക്കി കാണണം. കിംബോയ്ക്ക് വളരെ ഇഷ്ടമായി. ലാലേട്ടന് ഒന്നൊന്നര തിരിച്ചറിവ് കേട്ടാ. ഇനി എത്ര പടം കേട്ടിയാലും അങ്ങനെ ഒരു വണ്ടി തിരിച്ചറിവ് തന്നെ നടത്തുന്നത്. ഒന്നും പറയാനില്ല, ക്ലൈമാക്സ് എല്ലാം അടിപൊളി. ഒളിച്ചടുക്കി എന്ന് വെച്ചാൽ ഒളിച്ചടുക്കി ഒന്നും പറയാനില്ല. നമ്മുടെ ശോഭനേച്ചിയും ലാലേട്ടന് വർഷം ശേഷം ഒന്നിച്ചല്ലേ, അതിലും നല്ല രീതിയിൽ വർക്കൗട്ടായി. നമ്മുടെ വില്ലനൊക്കെ ലാലേട്ടനെയൊക്കെ വിറപ്പിച്ചെന്ന് പറയാം. അങ്ങയുടെ പെർഫോമൻസും സൂപ്പറായിരുന്നു. ജോർജി ഇവയ്ക്ക് വളരെ ഇഷ്ടമായി. പൊളിച്ചടുക്കി മലർത്തിയടിക്കും ലാലേട്ടൻ, പൊങ്ങിപ്പറക്കും ലാലേട്ടൻ, ചുടറ്റി എറിയും ലാലേട്ടൻ, മറിക്കും ലാലേട്ടൻ, പൊളിച്ചടുക്കി ലാലേട്ടൻ, തുടരും സൂപ്പർ ലാലേട്ടൻ. അടിപൊളി. ഓക്കെ.